ഗുഡ് മോർണിംഗ്. ഇന്ന് ഗാങ്ടോക്കിൽ ഡേ 3 ആണ്. ഇന്നലത്തെ പോലെ തന്നെ ക്ലൈമറ്റ് സൂപ്പർ. ഇന്ന് ഗാങ്ടോക്ക് സിറ്റി ടൂറാണെന്നാണ് പറയുന്നത്. സിറ്റി ടൂറൊക്കെ ഓക്കെ, പക്ഷേ എനിക്കിന്ന് ഏറ്റവും സന്തോഷം തോന്നുന്നത് എന്താണെന്നറിയോ? ഇന്നൊരു ഫ്ലവർ ഷോ ഉണ്ട് അത്രേ. ഫ്ലവർ ഷോ മാത്രമല്ല, ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ വിസിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ. ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നതേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയ ആദ്യത്തെ വിളി, അമ്മ വേഗം വായുവെന്ന്. ലിപ്സ്റ്റിക്ക് ഇടാതെയോ? കൊള്ളാം. പിന്നല്ല. ദാ അടുത്ത വിളി വന്നു, ഇവൻ എന്നെയും കൊണ്ടേ പോകൂ. അപ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ പൊട്ട് എന്തോ ഒരു വശവശക തോന്നിയ പോലെ തോന്നി. ശരി, ഒരു കുത്തും കൂടി ഇട്ട് കൊടുക്കാം. വേണ്ടായിരുന്നു. ഇനി വൈകിയാൽ ശരിയാവില്ല. മൂന്നാമത്തെ വിളിയിൽ ഞാൻ ഇറങ്ങി. നേരെ പോകുന്നത് ഒരു മൊണാസ്ട്രിയാണ്. ഇതിൽ ബുദ്ധിസം, അതായത് ടിബറ്റിയൻ ബുദ്ധിസത്തെ പറ്റിയിട്ടുള്ള കുറേ റിച്വൽസും പലതരത്തിലുള്ള പ്രതിമകളും പൂജകളും അവിടെ കാണാം. ഒരു ഡീറ്റെയിൽഡ് ബുക്ക് ഷോപ്പ് വരെ അവിടെ ഉണ്ട് കേട്ടോ സൈഡിലായിട്ട്. നമുക്ക് പിന്നെ ബുക്സിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ക്യാമറ അവിടെ അലൗഡ് അല്ല കേട്ടോ. പക്ഷേ ഒരു ഡീറ്റെയിൽഡായിട്ട് ആ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി, അവരുടെ ഡ്രസ് കോഡ്, പിന്നെ ആഭരണങ്ങൾ, ആയുധങ്ങൾ, പിന്നെ അവരുടെ ഭക്ഷണ രീതികൾ, ഒരു ഗൈഡിൻ്റെയും ആവശ്യമില്ല. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സംശയമില്ല, നല്ലൊരു അറിവായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നീറ്റ്നെസ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേട്ടോ സിക്കിം. അവിടെ ആരും കച്ചറകൾ വലിച്ചെറിയുന്നില്ല, തുപ്പുന്നില്ല. ഒരു ഷോപ്പിൽ കയറിയ അത് വലുതായാലും ചെറുതായാലും അവരത് എന്ത് ഭംഗിയിലാണ് വെച്ചിരിക്കണതെന്നറിയോ? ഒരു 15 മിനിറ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ ഒരു കുന്നുംപുറത്ത് ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അമ്പലം കാണാൻ. പിന്നെ ഒരു പ്രത്യേക സ്മെല്ലുമാണ്. അവിടുത്തെ പൂജയുടെ ആണോ ചന്ദനത്തിരിയുടെ ആണോ എന്താണെന്ന് അറിയില്ല. നിറച്ചും ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ പുറത്തായാലും അകത്തായാലും. ഹനുമാൻ സ്വാമിക്ക് രാവണൻ സീറ്റ് കൊടുത്തില്ല അത്രേ. അപ്പോൾ ആൾക്ക് ദേഷ്യം വന്നിട്ട് ആളുടെ വാല് വെച്ചിട്ട് തന്നെ ഒരു സിംഹാസനം അങ്ങോട്ട് ഉണ്ടാക്കി രാവണൻ്റെ മുമ്പിൽ അങ്ങോട്ട് ഇരുന്നു. എന്നിട്ടായിരുന്നു ഇത്ര ബാക്കി കഥകളും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. ഓരോ തൂണിലും ഹനുമാൻ സ്വാമിയുടെ ഓരോ രൂപത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവിടെ ഹനുമാൻ ചാലീസയൊക്കെ ചൊല്ലുമായിരുന്നു. ഇനി പോകുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണെന്നല്ലേ? പൂക്കളുടെ ലോകത്തേക്ക്. ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ, അതും ഒരു കുന്നുംപുറത്ത് തന്നെയാണ്. ഒരു 10-20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ അവിടുന്ന്.
പൂക്കളും ഈ പൂക്കളുടെ ഭംഗിയും ഒക്കെ കണ്ട് ആസ്വദിച്ച് കിളി പോയി നിൽക്കുന്ന ഞാനാണ് കേട്ടോ ഇത്. പിന്നെ അവിടുന്ന് ഇറങ്ങി. വഴിയോരത്ത് കുറേ ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ പോലെ. അതൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു സിക്കിമിൽ ആകപ്പാടെ ഒരു മോളേ ഉള്ളൂ അത്രേ. അതും കഴിഞ്ഞ കൊല്ലാണ് അത്ര ഉദ്ഘാടനം ചെയ്തത്. ശരി, ഇനി അവിടെയൊന്നും പോവാതെ വേണ്ട. വലിയ ഷോപ്പിംഗ് മോളല്ലെങ്കിലും ചെറിയൊരു ക്യൂട്ട് ഷോപ്പിംഗ് മോളായിരുന്നു. മുകളിൽ കുറേ ഗെയിംസ് അവരിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്ക് പറ്റിയത്. അവിടേക്ക് ഒന്ന് കുറച്ച് നേരം കളിച്ച് നടന്ന് ചെറിയ തോതിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. നാളെ നേരെ നേപ്പാളിലേക്കാണ്, ഡാർജിലിങ്ങിലേക്കും. അപ്പോൾ ഇനി നാളെ കാണാം.